ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അല്പം ഗൗരവമുള്ളൊരു കാര്യം പറയാനാ. എന്താ ഡോക്ടർ? അല്ല, നന്ദിനിക്ക് ഇതിനു മുൻപ് ഇതുപോലെ വൊമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വയറ്റിലെ വേദനയെക്കുറിച്ച് ഇതിനു മുൻപ് നിങ്ങളോട് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. നന്ദിനിയുടെ ആഹാര രീതികളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം വളരെ നോർമലായിരുന്നു. വെജിറ്റേറിയൻ ഫുഡായിരുന്നു താല്പര്യം. അതും മിതമായ രീതിയിലേ കഴിക്കൂ. രാത്രി കഞ്ഞിയായിരുന്നു ഇഷ്ടം. ഡോക്ടർ, എന്താ പ്രശ്നം? പ്രശ്നം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഭയപ്പെടാനൊന്നുമില്ല. എല്ലാത്തിനും മെഡിസിൻസും ട്രീറ്റ്മെന്റും ഉണ്ട്. സ്കാനിംഗ് റിപ്പോർട്ടിൽ നന്ദിനിയുടെ വയറ്റിൽ ഒരു മുഴയുള്ളതായി കണ്ടെത്തി. നന്ദിനിയുടെ ഭക്ഷണ രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു രോഗം വരേണ്ടതല്ല. എന്താ ഡോക്ടർ, കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ. ആ മുഴ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. 99% അത് ക്യാൻസർ ആവാനാ സാധ്യതയെന്നാ റിപ്പോർട്ടിൽ പറയുന്നത്. വിഷമിക്കേണ്ടതില്ല. ക്യാൻസറിനൊക്കെ ഇപ്പൊ ഫലപ്രദമായ ചികിത്സകളുണ്ട്. മുഴയായതുകൊണ്ട് പതുക്കെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടിയുണ്ട്. അതിനുശേഷം നന്ദിനിയെ ഞാൻ ഡിസ്ചാർജ് ചെയ്യാം. വിഷമിക്കാതിരിക്കൂ. ഇത്തരം രോഗങ്ങളൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണല്ലോ. അതിനൊക്കെ ഇപ്പൊ വളരെ നല്ല ട്രീറ്റ്മെന്റും ഉണ്ട്. നമുക്ക് ചികിത്സകൾ തുടങ്ങാം. കരയല്ലേ വല്യമ്മാവ, കരയല്ലേ. നമുക്ക് ദൈവമേ ചികിത്സിക്കാം. ഈ രോഗം മാറും. കരയല്ലേ. ജീവിതം മുഴുവൻ കരഞ്ഞോളാം എന്റെ ദേവി. ഞാൻ അവളെ കരയിപ്പിച്ചത്. പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോ അവിടെയും ദൈവം അവളെ തകർത്ത് കളഞ്ഞല്ലോ. എന്താ വല്യമ്മാവ ഇത്? ഇത് ഹോസ്പിറ്റലാ. വല്യമ്മാവനാ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടത്. ആ വല്യമ്മാവൻ ഇങ്ങനെ വല്യമ്മാവൻ കരയല്ലേ. ദേവി, നോ. മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്ന കാലത്ത് നമ്മളൊന്നും പേടിക്കേണ്ടതില്ല. ദൈവമേ നമ്മൾ ചികിത്സിക്കും. ഈ രോഗം മാറുകയും ചെയ്യും. കരയില്ലേ വല്യമ്മാവ, പ്ലീസ്. എന്താ എന്തിനാ അച്ഛൻ കരയുന്നേ? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ കരയില്ല. എന്താ അച്ഛാ? ഓ മോളെ, ഒന്നുമില്ല. അല്ല, അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അച്ഛൻ എന്നോട് നുണ പറയ. എന്താ അമ്മയ്ക്ക്? പറയട്ടാ, എന്താ നമ്മുടെ അമ്മയ്ക്ക്? ദൈവമിക്ക് ഒന്നുമില്ല മീനാക്ഷി. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്നോട് നുണ പറയുന്നത്. എന്നോട് നേരെ പറയേ, എന്താ നമ്മുടെ അമ്മയ്ക്ക്? പറയാൻ
സ്കാനിങ്ങിൽ ദേവമ്മയുടെ വയറ്റിൽ ഒരു മുഴ കണ്ടെത്തി. അത് ക്യാൻസർ ആണെന്ന സ്കാനിങ്ങിൽ പറയുന്നത്. എന്റെ ദൈവമേ, മീനാക്ഷി, അയ്യോ, എന്റെ അമ്മ. അയ്യോ, ഇറങ്ങ. അമ്മേ, പതുക്കെ. മോളെ പിടിക്കൊന്നും വേണ്ട, ഞാൻ നടന്നു വന്നോളാം. പിന്നെ ഒരല്പ ക്ഷീണമുണ്ട്, അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. വാ അമ്മേ, വാ. ഛെ, ഇത്ര പെട്ടെന്ന് ഇവരെ തിരികെ കൊണ്ടുവന്നത് എന്താ? ഞാൻ വെച്ച വേലയൊന്നും ഏറ്റില്ലേ? ഛെ, എന്താ ഇത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാവാത്തത്. എങ്ങനെയുണ്ട് മോളെ? നല്ല ക്ഷീണമുണ്ടമ്മേ, അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. ആ, ക്ഷീണം കാണും. ഒത്തിരി പ്രാവശ്യം വൊമിറ്റ് ചെയ്തതല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലമ്മേ. ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖവും വരാത്തതല്ലേ? ഫുഡ് പോയ്സൺ ആണെങ്കിലും ഇപ്പം വന്നില്ലേ? ഫുഡ് പോയ്സൺ തന്നെയാ അല്ലേടാ മോനെ കാർത്തി? അതേ കുഞ്ഞമ്മായി. ഞാനാ നന്ദിനി അടുത്തേക്ക് കാപ്പി കൊടുത്തത്. പക്ഷേ ഞാൻ അറിയാതെ ഇവളെ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. റെസ്റ്റാണ് ഇപ്പോൾ ആവശ്യം. മോനെ ജയറാമേ, അച്ഛാ. നന്ദിനി അകത്തേക്ക് കൊണ്ടുപോകും. നന്നായി റെസ്റ്റ് എടുക്കട്ടെ. ചെല്ലു മോളെ. അതെ. എന്താ മക്കളെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ? ഏയ് മീനാക്ഷി, ദേവമ്മയ്ക്ക് ഫുഡ് പോയ്സൺ വന്നതിന്റെ ടെൻഷനില്ല. വാ മീനാക്ഷി, അകത്തേക്ക് പോ. വാ. മോളെ, മോളെ മീനാക്ഷി, മീനാക്ഷി നിക്ക്. എന്താ പ്രശ്നം? നിന്നോടാ ചോദിച്ചത്. സത്യം പറയേ. മോളെ, മോളെ മീനാക്ഷി, എന്താ? ഓ, അത് ശരി. അപ്പോ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ. സന്തോഷമായി എനിക്ക്. മോളെ കാർത്തി, എന്താ? മോളെ, മോളെ മീനാക്ഷി, മുത്തശ്ശി, മോളെ.
കാര്യം പറ മീനാക്ഷി. എന്താ എന്താ അവക്ക് പറ്റേ? പറ മോളെ. മീനാക്ഷി കൊച്ചേ, ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം തുറന്നു പറയേ. മുത്തച്ഛന്റെ നെഞ്ചു വേദനിക്കുന്നു. മുത്തശ്ശ, അമ്മയുടെ വയറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് ക്യാൻസർ ആണെന്ന്. എന്റെ ദൈവമേ, നീ ഞങ്ങളെ ചതിച്ചു ഭഗവാനെ. മീനാക്ഷി, പ്ലീസ്, കരയരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ. നെഗറ്റീവ് വിളിച്ച് വരുത്തരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന നമുക്ക് അതേ വരൂ. എനിക്ക് സഹിക്കുന്നില്ല കാർത്തേട്ട. എനിക്കറിയാം നിന്റെ സങ്കടം. നീ എന്നെ കുറിച്ചൊന്ന് ആലോചിക്ക. നിന്റേതുപോലെ തന്നെ എന്റെ അമ്മയല്ലേ ദേവമ്മ. എനിക്ക് സങ്കടമില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിന് നല്ല കരുത്തുണ്ട്. എനിക്കതില്ല കാർത്തിയേട്ട. മീനാക്ഷി, എന്റെ ദേവമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടാവുന്നത്. ദേവമ്മയ്ക്ക് ഒന്നും വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാ. വയറ്റിലൊരു ഗ്രോത്ത് ഉണ്ടെന്നും അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അത് ക്യാൻസർ ആണെന്ന് തീർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഡോക്ടറൊക്കെ എങ്ങനെ പറയുമ്പോ
എന്നാലും എന്റെ ദൈവമ്മയ്ക്ക് തന്നെ ഇങ്ങനെ വന്നല്ലോ ദൈവമേ. ചർച്ചയാണ്. അതിനകത്തുള്ളത് 2 ക്യാൻസറുകളാ. മീനാക്ഷി, ഇന്നത്തെ ഈ കാലത്ത് ക്യാൻസർ ഒന്നും അത്ര വലിയ രോഗമൊന്നുമല്ല. കാരണം ഇതിനൊക്കെ ഇപ്പോൾ അനവധിയായ ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ രോഗത്തെ പേടിച്ച് ജീവിക്കണ്ടേ കാർത്തിയേട്ടാ? ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ലെന്ന് ചിന്തിച്ചാലോ? അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. കാരണം തുടർന്നുള്ള പരിശോധനകളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാം അല്ലേ കാർത്തിയേട്ടാ? സംഭവിക്കാം. ഒരു സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് ഇതൊക്കെ മാറ്റിമറിക്കാൻ. നീ ദൈവത്തോട് പ്രാർത്ഥിക്ക. ദേവമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും ദേവമ്മ ഇതൊന്നും അറിയാൻ ഇടവരരുത്. മീനാക്ഷി, നോക്ക്, അടുത്ത പരിശോധനയ്ക്ക് ദേവമ്മയ്ക്ക് രോഗം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്ക. ദൈവം നമ്മളെ കൈവിടില്ല. എന്റെ അമ്മയ്ക്കൊന്നും വരുത്തല്ലേ. എന്റെ അമ്മ പാവല്ലേ. എന്റെ അമ്മയോട് എന്തിനായി ക്രൂരത? എന്റെ വൈശാഖ് എത്ര ബുദ്ധിമാനാ. അവളെ ക്യാൻസർ രോഗിയാക്കി മാറ്റി. ഇവര് 2ാം വട്ടം പരിശോധിച്ച് ക്യാൻസർ ഇല്ലാതാക്കി ചോറൂണ് നടത്തുന്നത് എനിക്കൊന്ന് കാണണം. ഞങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞത്. എന്റെ ദേവിയെ നീ എനിക്ക് തിരിച്ചു തന്നെങ്കിലും വീണ്ടും ഞങ്ങളെ കരയിപ്പിക്കുകയാണ്. ചേട്ടാ, ദേവി, എന്താ ചേട്ടാ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നേ? ചേട്ടാ, ഒന്നെന്നെ എഴുന്നേൽപ്പിച്ചിരുത്തോ? ചാരിരുന്നാ മതി. എനിക്ക് ചെറിയൊരു അസുഖം വന്നതിനാണോ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏയ് അല്ല. നിങ്ങൾ പറയുന്നത് എന്തിനാ? എനിക്ക് ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? പണ്ടൊന്നും എനിക്ക് ഇത്ര ഇല്ലായിരുന്നു. ഇപ്പോ ദേവിക്കൊരു അസുഖം വന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതെന്താ ചേട്ടാ ഇങ്ങനെ? അതിനെനിക്ക് മാരക രോഗമൊന്നും അല്ലല്ലോ. എനിക്ക് ക്യാൻസറോ മറ്റോ ആയിരുന്നെങ്കിലും മനസ്സിലാക്കായിരുന്നു. ചെറിയൊരു വയറുവേദന വന്നതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് മാറിക്കോളും. അല്ല, അത് മാറും. അതുകൊണ്ടൊന്നും അല്ല. ചേട്ടൻ വിഷമിച്ച എനിക്ക് രോഗം കൂടുവേ.